പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ലോക വയോജന ദിനം. പ്രായത്തിലല്ല കാര്യം. ഈ കഥ കേൾക്കൂ. അച്ഛാ, ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലെ കൊമ്പത്തെ പഴങ്ങൾ പറിക്കാൻ എന്തു ചെയ്യും? എനിക്ക് അത്രയ്ക്ക് കയറിപ്പോവാൻ പറ്റില്ല. ലുട്ടുകുരങ്ങൻ അച്ഛനോട് ചോദിച്ചു. ആ മരത്തിൻ്റെ മുകളിലെ പഴം അവനെ വല്ലാതെ മോഹിപ്പിച്ചിട്ടുണ്ട്. ആ മരത്തിൻ മുകളിലെ എത്താ കൊമ്പത്തെ തുഞ്ചത്തെ പഴമൊന്നു താഴെ വീഴിക്കാൻ കൂടാമോ പൊന്നച്ച എന്നോടൊപ്പം? കൊതി സഹിച്ചു കഴിഞ്ഞിടുവാൻ തീരെ വയ്യച്ച. എനിക്ക് ഒട്ടും നേരമില്ല മോനെ, നീ മുത്തശ്ശനോട് പറ. അയ്യയ്യോ, വേണ്ട വേണ്ട, ഈ വയസ്സാം കാലത്ത് ഇനി മുത്തശ്ശനെ മരം കയറ്റി വിട്ടിട്ട് വല്ലതും പറ്റിയാൽ വേണ്ട, ഞാൻ പഴം പറിക്കുന്നില്ല. അവൻ പരിഭവത്തോടെ പറഞ്ഞു. മണ്ടച്ചാരേ, നിനക്ക് എന്തറിയാം? മുത്തശ്ശൻ ജനിച്ചത് മുത്തശ്ശനായിട്ടാണോ? നിന്നെപ്പോലെ ഒരു കുട്ടിയായി ജനിച്ച് വളർന്ന് പ്രായമായതല്ലേ? എന്നാലും അവന് സംശയം തീരുന്നില്ല. ആ സമയം കൊണ്ട് മുത്തശ്ശൻ 2 കുട്ടിക്കർണം മറിഞ്ഞ് മരത്തിന് മുകളിലെത്തി. എന്നിട്ട് നിമിഷനേരം കൊണ്ട് ഏറ്റവും അറ്റത്തെ കമ്പിൽ കയറി പഴങ്ങൾ പറിച്ച് കടിച്ചു പിടിച്ച് താഴോട്ട് പോന്നു. അവൻ വിചാരിച്ചതിൻ്റെ എത്രയോ ഇരട്ടി വേഗത്തിൽ പഴവുമായി മുത്തശ്ശൻ താഴത്തെത്തി. ഓ ഗ്രേറ്റ്! മുത്തശ്ശനൊരു സംഭവം തന്നെ. ലുട്ടുവിൻ്റെ അനുജത്തി ലക്കി പറഞ്ഞു. എന്താ സംശയം? മുത്തശ്ശൻ ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ കാട്ടിലെ ശരീര സൗന്ദര്യ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ സമയത്തല്ലേ ഞങ്ങളുടെ വിവാഹം? മുത്തശ്ശി നാണത്തോടെ പറഞ്ഞു. ആ, അപ്പം അവിടെ കണ്ട് മോഹിച്ചതാണല്ലേ? ലക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോകൊച്ചേ, അതൊക്കെ ഒരു കാലം. ഞങ്ങൾ എത്ര മരക്കമ്പിൽ വാല് ചുറ്റി ഊഞ്ഞാലാടി കളിച്ചു, വെള്ളച്ചാട്ടത്തിന് വരെ കുറുകെ നീന്തി. മുത്തശ്ശി അഭിമാനത്തോടെ പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു. എന്താ, നമുക്ക് ഒന്നുകൂടി അതുപോലെയൊക്കെ ഒന്ന് ചെയ്താലോ? ഒന്ന് പോകുന്നുണ്ടോ വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ? മുത്തശ്ശി കള്ളപ്പരിഭവം നടിച്ചു. അമ്മേ, വയസ്സ് വെറുമൊരു സംഖ്യ മാത്രമാണ്. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെക്കാൾ ആരോഗ്യമുണ്ട്. പണ്ട് നിങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾ. മടി പിടിച്ചിരിക്കാത്തതിനാലാണ് നിങ്ങൾക്ക് ഇന്നും ആരോഗ്യമുള്ളത്. അച്ഛൻ മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശ, സോറി, ഞാൻ അറിഞ്ഞില്ല. ലുട്ടു മുത്തശ്ശൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹേയ്, എന്തിനാ എന്നോട് ക്ഷമ പറയുന്നത്? ഞാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. അന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്തു എന്ന് മാത്രം. ആ ശീലം വച്ച് ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നു. പിന്നെ പ്രായമായവരെല്ലാം ആരോഗ്യമില്ലാത്തവരാണെന്നുള്ള ധാരണ മാറ്റണം. അത് മാത്രമേ പറയാനുള്ളൂ. അത് ഞങ്ങൾക്കിപ്പം ബോധ്യമായി മുത്തശ്ശ, കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞു.